നമസ്കാരം. സുഭാഷിതം. യഥാ യഥാ ഹി പുരുഷഃ കല്യാണേ കുരുതേ മനഃ തഥാ തഥാസ്യ സർവാർത്ഥാഃ സിദ്ധ്യന്തേ നാത്ര സംശയഃ. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ എത്രമാത്രം മുഴുകുന്നുവോ അയാളുടെ സർവ അഭീഷ്ടങ്ങളും അത്രമാത്രം സാധിച്ചു കൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സൽക്കർമ്മങ്ങളിൽ മുഴുകുന്നതനുസരിച്ച് ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അതിൻ്റെ പൊരുൾ. കപടഭക്തന്മാർക്ക് മതാനുഷ്ഠാനങ്ങൾ കൊണ്ട് പാപമുക്തി ഉണ്ടാവുകയില്ല. നമ്മുടെ മുമ്പിൽ കാണാറുണ്ട് ചില കപട മതഭക്തന്മാർ. അവർ കപട ഭക്തന്മാർ മതാനുഷ്ഠാനങ്ങളെ വലിയ രീതിയിൽ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നു. പക്ഷേ അവർക്ക് യാതൊരു പാപമുക്തിയും ഉണ്ടാവുകയില്ല എന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. പക്ഷികള് ചിറക് മുളച്ച് ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടിനെ ഉപേക്ഷിക്കുന്നത് പോലെ അയാളുടെ കപടധർമ്മവും മരണസമയത്ത് അയാളെ ത്യജിച്ചു കളയുന്നു എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. വാർദ്ധക്യം നമ്മുടെ സൗന്ദര്യം നഷ്ടമാകുന്നു, ആശ ധീരതയെ നഷ്ടപ്പെടുത്തുന്നു, മരണം പ്രാണൻ നഷ്ടപ്പെടുത്തുന്നു, അസൂയ ധർമാചരണം കൊണ്ട് ഒഴിവാകിപ്പോകുന്നു, കോപം ഐശ്വര്യത്തെ ഹനിക്കുന്നു, ദുഷ്ടന്മാർക്ക് സേവ ചെയ്യുക വഴി സൽസ്വഭാവം നഷ്ടപ്പെടുന്നു, കാമാർത്തി മൂലം ലജ്ജ നഷ്ടപ്പെടുന്നു, എന്നാൽ അഹങ്കാരം മൂലം സർവവും നഷ്ടമാകുന്നു. ഇവിടെ എന്തൊക്കെയാണ് ദോഷപ്രവൃത്തികൾ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സൽക്കർമ്മങ്ങൾ വഴിയായി ഐശ്വര്യം ഉണ്ടാകുന്നു, പ്രാഗൽഭ്യം വഴിയായിട്ട് അത് വളർന്ന് വന്ന് വലുതായിട്ട് ചാതുര്യം കൊണ്ട് നല്ല വേരോട്ടമുണ്ടാകുന്നു, സംയമനം കൊണ്ട് അത് സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ചില വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത്. സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ ഇവിടെ സുഭാഷിതത്തിലൂടെ വ്യക്തമാവുകയാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുഷ്കീർത്തിയും അതുപോലെ ദുഷ്ടതയായിരിക്കും അവർക്ക് കിട്ടുന്ന പ്രതിഫലം. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ അതെല്ലാവർക്കും അറിയാം, എങ്കിലും സുഭാഷിതത്തിൽ കൂടെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമസ്തേ.